ഹായ് ഇറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിന്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ബാച്ച് കുക്കിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോസിലും ഷെയർ ചെയ്ത പോലെ തന്നെ 1500 കാലറീസിൽ വരുന്ന ഒരു കേരള പ്രോട്ടീൻ റിച്ച് ഡയറ്റ് പ്ലാൻ. ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ് കേട്ടോ. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കേണ്ടത്, ലഞ്ചിന് എന്താ കഴിക്കേണ്ടത്, ഡിന്നർ എന്താണ്, ഞാൻ കഴിക്കുന്ന സ്നാക്ക് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഓരോ റെസിപ്പീസും ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയന്റ് ലിസ്റ്റും അതിന്റെ മെഷർമെന്റ്സും ഒക്കെ. അപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അതിന്റെ മെഷർമെന്റ്സ്, അത് ഒരു സെർവിങ്ങിനുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ബാച്ച് കുക്കിംഗ് സീരീസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ കുറെ പേർക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, കുറെ പേര് ഒരാഴ്ചത്തേക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കി വെക്കാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അതായത് ചിലവർക്ക് 3 ദിവസമേ ഒരു മീൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, ചിലർക്ക് 5 ദിവസം റിപ്പീറ്റ് ചെയ്യുന്നത് കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് ജസ്റ്റ് 2 നേരത്തേക്ക് മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സെർവിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയന്റ് ലിസ്റ്റും അതിന്റെ കറസ്പോണ്ടിങ് മെഷർമെന്റ്സും ഷെയർ ചെയ്യാം. നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ആ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാത്തിന്റെയും ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഒരു സെർവിങ്ങിനുള്ള മെഷർമെന്റ്സും ഇൻഗ്രീഡിയന്റ് ലിസ്റ്റും ആയിരിക്കും ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കാരണം നമ്മളെ എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സെർവിങ്ങിനുള്ളതേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞു. ഈ മൂന്നാമത്തെ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പുതിയ മെമ്പേഴ്സ് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു കൺഫ്യൂസിങ് ആവരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും സ്നാക്കിനൊക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ എപ്പോഴാണോ കഴിക്കുന്നത്, ഞാൻ എന്താണോ കഴിക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിന്റെ ശരിക്കും ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയാനല്ല, നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടും എങ്ങനെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ നോർമൽ റെസിപ്പീസ് ഒക്കെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ശരിയാക്കാൻ പറ്റാന്നൊക്കെ ഉള്ളത്. ഇതിലെ റെസിപ്പീസ് എല്ലാം ഭയങ്കര ടേസ്റ്റും ഒക്കെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിത് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. കൂടുതലും എന്താ പറയാ, നല്ല ഹെൽത്തി ആക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കറിയൊന്നും ആയിരിക്കത്തില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ തന്നെ മാക്സിമം ടേസ്റ്റി ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ റിച്ച് ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കണ്ടേന്ന് എന്തായാലും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാച്ച് കുക്കിംഗ് സീരീസിലെ ഈ മൂന്നാമത്തെ വീഡിയോ കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നും അതിൽ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ കറസ്പോണ്ടിങ് മെഷർമെൻറ്റ്സും ആണ്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെർവിങ്ങിനുള്ള മെഷർമെൻ്റ് ആണ്. ചിലവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും, ചിലർ ജസ്റ്റ് ഒരാഴ്ചത്തേക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ടാകും, അല്ല ചിലവർക്ക് ജസ്റ്റ് 3 ഡേയ്സ് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് റിപ്പീറ്റ് അടിക്കാനേ താല്പര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് ആ ഒരു നമ്പർ വെച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് എല്ലാ വീഡിയോസിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പുതിയ മെമ്പേഴ്സ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ഒന്നും കൂടെ പറയാം, നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെർവിങ്ങിനുള്ളതാണ്. നിങ്ങളപ്പോൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് ആ ഒരു നമ്പർ വെച്ച് ഇതിലെ മെഷർമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ചപ്പാത്തിയും, അതായത് 1/4 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് 2 ചെറിയ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു ചപ്പാത്തിയും പിന്നെ കുറച്ച് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും വെജീസും ആണ്. അപ്പോൾ ഈ 1/4 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് 2 ചെറിയ ചപ്പാത്തി ഉണ്ടാക്കുക, അതിൽ നിന്ന് ഒരു ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നോർമലി എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് അതിൽ നിന്ന് 8 ചപ്പാത്തി ഉണ്ടാക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു ചപ്പാത്തി മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും, ബാക്കി മുഴുവൻ ഫ്രീസ് ചെയ്ത് വയ്ക്കും. ഇനി നാളെ ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോഴും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോഴൊക്കെ ആവശ്യം വരുന്നതിനനുസരിച്ച് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കും. ഇനി രണ്ടാമത്തെ ആ ഗ്രൂപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ്, അതായത് കോക്കനട്ട് ഓയിൽ, ക്യാപ്സിക്കം, സവാള എന്നൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് വെജീസിന് വേണ്ടിയിട്ടുള്ളതാണ്.
ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൈ ഫിറ്റ്നസ് പാലി എന്നുള്ള സ്ക്രീൻഷോട്ടാണ്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മൊത്തം എത്ര കാലറീസ് വരും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ചപ്പാത്തി, പിന്നെ സോർട്ടഡ് ചിക്കനും, പിന്നെ കുറച്ച് വെജീസും. ആ മൂന്നെണ്ണത്തിനും കൂടെ നമ്മുടെ ടോട്ടൽ ബ്രേക്ക്ഫാസ്റ്റിന് 317 കാലറീസാണ് വരുന്നത്. നിങ്ങൾ ലാസ്റ്റ് ലൈൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ 29 ഗ്രാം കാർബ്സ്, 5 ഗ്രാം ഫാറ്റ്, 44 ഗ്രാം പ്രോട്ടീൻ. ഇതൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് 44 ഗ്രാം പ്രോട്ടീൻ. ഇനി ഇതിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് നിങ്ങൾ തുടക്കം മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീറ്റ് ഫ്ലോർ, കോക്കനട്ട് ഓയിൽ, ക്യാപ്സിക്കം, അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ കാലറീസ് ആണ്. നിങ്ങൾ അതിനെപ്പറ്റി അത്രയും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലാസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തത്തിൽ എത്ര കാലറീസ് വരും എന്നുള്ളതും അതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് കിട്ടും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിലെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഒരു സെർവിങ്ങിനുള്ള ചിക്കൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ചിക്കനും നല്ല കട്ട തൈര് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഞാൻ ഷാനിൻ്റെ ചിക്കൻ ടിക്ക മസാലയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ടിക്ക മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തൈരും കൂടെ ചേർത്താൽ മതിയാവും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ സ്പൈസസ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ചിക്കൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ലോ ഫ്ലെയിമിലേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മളിതിൽ വളരെ കുറച്ച് ഓയിലും അങ്ങനെ വലിയ സ്പൈസസോ അങ്ങനെ ഭയങ്കര റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ക്രീമോ ബട്ടറോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലൊക്കെ കുക്ക് ചെയ്തെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെയും കുരുമുളക് പൊടിയുടെയും ടേസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് വെജീസിന് എത്ര ഓയിലാണ് വേണ്ടതെന്നുള്ളത്. ആ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഈ വെജീസ് ഒന്നും ഭയങ്കരമായിട്ട് ഓവർ കുക്കൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ക്രഞ്ചി പരുവത്തിൽ തന്നെ കിട്ടണം, എന്നാൽ ഒന്ന് വെന്തട്ടും ഉണ്ടാവണം. അങ്ങനെ ആ ഒരു പരുവത്തിൽ എടുത്താൽ മതിയാവും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഇത് ഒരു നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സിൽ അടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരം ആകുമ്പോഴത്തേക്കും ജസ്റ്റ് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സെർവ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി അത് കഴിഞ്ഞ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ ഈ ഒരു 150 മില്ലി മിൽക്ക് വെച്ചിട്ട്, അതായത് ഒരു 150 മില്ലി പാൽ വെച്ചിട്ട് ചിലപ്പോൾ ചായയോ കാപ്പിയോ ഉണ്ടാക്കി കുടിക്കും. അതെൻ്റെ മൂഡ് അനുസരിച്ച്. ഞാനപ്പോൾ എടുത്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്നത് ലോ ഫാറ്റ് മിൽക്ക് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക്, ഏത് മിൽക്കാണോ ഏത് പ്രോഡക്റ്റാണോ ഏത് ബ്രാൻഡാണോ അതിനനുസരിച്ച് കാലറീസിലൊക്കെ എന്തായാലും വേരിയേഷൻ കാണിക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള എത്ര കാലറീസ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ മോർണിംഗ് സ്നാക്കിന് നിങ്ങൾ ലാസ്റ്റ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 112 കാലറീസ് ആണുള്ളത്. 7 ഗ്രാം കാർബ്സ്, 7 ഗ്രാം ഫാറ്റ്, 5 ഗ്രാം പ്രോട്ടീൻ. ഇനി ഞാൻ ഇതിൽ അഡീഷണൽ ഷുഗറോ അങ്ങനെയൊന്നും ഐറ്റംസ് ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ജസ്റ്റ് ഈ പാല് വെച്ചിട്ട് ചായയോ കാപ്പിയോ ജസ്റ്റ് വിത്തൗട്ട് കുടിക്കത്തേ ഉള്ളൂ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ലഞ്ചിന് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നും അതിൽ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ്സുമാണ്. ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞോണം തന്നെ ഇത് ജസ്റ്റ് ഒരു സെർവിങ്ങിനുള്ള മെഷർമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് ആ ഒരു നമ്പർ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ലഞ്ചിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും പിന്നെ അതിൻ്റെ കൂടെ കാർബ്സിനായിട്ട് എടുത്തിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോയും ആണ്. അപ്പോൾ ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ ലാസ്റ്റ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ആ മെഷർമെൻറ്റ് 100 ഗ്രാം എന്നുള്ളത് അത് സ്റ്റീം ചെയ്തതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പർപ്പിൾ കളർ ഒരു സ്വീറ്റ് പൊട്ടറ്റോ കിട്ടും. ആ സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റീം ചെയ്തതിന് ശേഷം 100 ഗ്രാം ഞാൻ എടുക്കും. പിന്നെ ഫിഷ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ലിസ്റ്റാണ് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള, പിന്നെ ഞാൻ ബഴമുണ്ടി എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് മീനാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സാൽമൺ ആവാം അല്ലെങ്കിൽ നമ്മുടെ നാടൻ മത്തി, അയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഏത് മീനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കാലറീസിൽ ചെറിയ വേരിയേഷൻസ്
മെഷർമെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ ഈ 140 ഗ്രാം എന്ന് കൊടുത്തിരിക്കുന്നത്, അതായത് ഫിഷിന് 140 ഗ്രാം എന്ന് കൊടുത്തത് അത് റോ ആയിട്ടുള്ള അളവാണ് കേട്ടോ, അതായത് കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള മെഷർമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ മൈ ഫിറ്റ്നസ് പാലിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ്. അതായത് നമ്മുടെ ലഞ്ചിന്, അതായത് സ്റ്റീം ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോയ്ക്കും പിന്നെ ആ ഫിഷിൻ്റെ റെസിപ്പിയും കൂടെ കൂട്ടി എത്ര കാലറീസ് വരും, അതിൻ്റെ കാർബ്സ്, ഫാറ്റ്, പ്രോട്ടീൻ എല്ലാമാണ് കൂടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞോണം തന്നെ, നിങ്ങൾ ലൈൻ ബൈ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലഞ്ചിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ കാലറീസും അതിൻ്റെ കറസ്പോണ്ടിങ് ബ്രേക്ക് ഡൗണുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോയും ഈ ഫിഷിൻ്റെ റെസിപ്പിയും കൂടെ കൂട്ടി 314 കാലറീസ് ആണുള്ളത്. അതിൽ 33 ഗ്രാം കാർബ്സ്, 4 ഗ്രാം ഫാറ്റ്, 28 ഗ്രാം പ്രോട്ടീൻ. ഇനി നമ്മുടെ ലഞ്ചിനുള്ള ഫിഷ് റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള ജിഞ്ചർ ഗാർലിക് അങ്ങ് ചേർത്ത് കൊടുക്കുക. മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവോളയും തക്കാളിയുമാണ്. ഇനി ആ സവോളയും തക്കാളിയും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണ്, പാത്രത്തിൻ്റെ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുടംപുളി ചേർത്ത വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് പുളിയൊക്കെ ഇച്ചിരിയും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. ഇനി അതെല്ലാം ചേർത്ത് കൊടുത്ത് ഈ തക്കാളിയും സവോളയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മീനാണ്. ഞാനിപ്പോൾ 3 സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 മീനിൻ്റെ ഫില്ലറ്റ് വെച്ചിരിക്കുന്നത്. ഇനി മീനും കൂടെ വച്ച് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി മീൻ വെന്ത് കഴിയുമ്പോൾ ഞാൻ മറച്ചിടാനോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് മൂടി വെക്കുന്നേ ഉള്ളൂ. മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് സെർവ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഒപ്പം കുക്ക് ചെയ്തതിന് ശേഷമുള്ള 100 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈവനിങ് സ്നാക്കിന് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് പ്രോട്ടീൻ പൗഡറും പാലുമാണ്. ഞാനപ്പോൾ പ്രോട്ടീൻ പൗഡർ ചുമ്മാ വെള്ളത്തിലൊന്ന് ഷേക്ക് ചെയ്ത് കുടിക്കത്തേ ഉള്ളൂ. ഈ പാല് വെച്ച്, അതായത് 125 മില്ലി ഫുൾ ക്രീം മിൽക്ക് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചായയോ കാപ്പിയോ ചിലപ്പോൾ ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ പാലിൽ തന്നെ ഇട്ടൊന്ന് ഷേക്ക് ചെയ്ത് കുടിക്കും. അതൊക്കെ എൻ്റെ മൂഡ് അനുസരിച്ച്. പക്ഷെ ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസേ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഇതിലോട്ട് അഡീഷണൽ ഷുഗർ അങ്ങനെയൊന്നും ചേർക്കത്തൊന്നുമില്ല. അപ്പോൾ ഇത് പ്രോട്ടീൻ പൗഡർ തന്നെ നിങ്ങൾ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ കാലറി റിക്വയർമെൻറ്റ്സ് എൻ്റെ ഇതിനനുസരിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ എൻ്റെ ഗോൾ എന്താണോ ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് എന്താ പറയുക വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നോ അല്ലെങ്കിൽ ലീൻ മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല പറയുന്നത്. ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് സ്നാക്ക് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ. ജസ്റ്റ് ഒരു എഗ് ചീസ് ഓംലെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനപ്പോൾ അതിന് വേണ്ടി 3 മുട്ടയും ഒരു ചീസിൻ്റെ സ്ലൈസും കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ ആവശ്യം വേണ്ട തക്കാളിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു സെർവിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. പിന്നെ ഈ എഗ് ചീസ് ഓംലെറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ നല്ലത്. നിങ്ങളപ്പോൾ 2-3 ദിവസത്തേക്കൊന്നും ഒരുമിച്ച് കുക്ക് ചെയ്ത് വയ്ക്കേണ്ട. ഇതിലെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾ അതിന് തൊട്ട് മുന്നങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പം വേറെ ചപ്പാത്തിയോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയോ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു എഗ് ചീസ് ഓംലെറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ ലഞ്ചും ഡിന്നറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ദിവസം എഗ് ചീസ് ഓംലെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ട് രാവിലെ കഴിച്ച ചിക്കനും വെജീസും ഈവനിങ് കഴിച്ചു. അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണോ ഉണ്ടാക്കാൻ ടൈം ഉള്ളത്, നിങ്ങൾക്ക് ഏത് ടൈമിൽ ഏത് ഫുഡ് കഴിക്കാനാണോ പ്രിഫറൻസ് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈ ഫിറ്റ്നസ് പാലിൽ നിന്ന് തന്നെയുള്ള സ്ക്രീൻഷോട്ടാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും കാര്യത്തിൽ പറഞ്ഞോണം തന്നെ ലാസ്റ്റ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിന്നറിന് മൊത്തം 333 കാലറീസ് ആണുള്ളത്. അതിൽ 3 ഗ്രാം കാർബ്സ്, 23 ഗ്രാം ഫാറ്റ്, 24 ഗ്രാം പ്രോട്ടീൻ. ഈ ഓരോ ലൈൻ ബൈ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിന്നറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ കാലറീസും അതിൻ്റെ കറസ്പോണ്ടിങ് കാർബ്, ഫാറ്റ്, പ്രോട്ടീൻ അങ്ങനത്തെ മെഷർമെൻറ്റ്സ് കിട്ടും.
എഗ് ചീസ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഞാൻ 3 മുട്ട ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടൊന്ന് ബീറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി ആ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് എടുത്ത് അതൊന്ന് കീറി എല്ലായിടത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട ഒന്ന് അടി പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി ചീസൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു 50 ഗ്രാം തക്കാളി ചുമ്മാ സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഞാൻ മറിച്ചിടാനൊന്നും നിൽക്കത്തില്ല, നേരെ പ്ലേറ്റിലോട്ട് മാറ്റും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ 3 മുട്ടയുണ്ട്, ഒരു ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നല്ല ഫില്ലിങ്ങുമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആഫ്റ്റർ ഡിന്നർ ഞാൻ എന്താ കഴിക്കണമെന്നുള്ളതാണ്. അതായത് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഓൾറെഡി കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഞാനൊരു ഫീഡിങ് മമ്മാണ്. എനിക്ക് 5 മാസമുള്ള ഒരു കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഫീഡിങ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും വിശക്കും. അപ്പോൾ ഞാൻ ഓട്സ് വൈകുന്നേരത്തെ ആ എഗ് ഓംലെറ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഓട്സ് കഴിക്കും. അപ്പോൾ ആ ഓട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 30 ഗ്രാം ഓട്സ് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കും. ചൂടായതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും ചേർക്കും, 1 ടീസ്പൂൺ തേനും ചേർക്കും. ഇത് ഞാനൊരു 7:30 ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നല്ല കേട്ടോ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓട്സ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആ എഗ് ചീസ് ഓംലെറ്റിൻ്റെ ഒപ്പം ചിലപ്പോൾ ഒരു ചപ്പാത്തിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കാം. ഞാനിപ്പോൾ ഈ ബാച്ച് കുക്കിംഗ് സീരീസിൽ കാണിക്കുന്ന ഈ 1500 കാലറീസിൻ്റെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ഓരോ ആഴ്ചയും പുതിയ വെറൈറ്റീസ് കൊണ്ടുവരാൻ അങ്ങനെയല്ല ശ്രമിക്കുന്നത്. ഞാൻ ഒരാഴ്ച എന്താണോ കഴിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചയും ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചേണ്ടത് എനിക്കറിയാം. അതായത് ഓട്സും ഈ ഹണിയും ഗീയും കൂടി ഉള്ളത് ഞാൻ കഴിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിന്നറിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും കാപ്സ് അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ ആഗ്രഹമുള്ളത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും സെപ്പറേറ്റ് കാണിക്കുന്നില്ല, കാരണം ഇത് ജസ്റ്റ് ഓട്സ് ഒന്ന് ചൂടാക്കുക, അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഹണിയും കൂടെ ചേർക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ദിവസത്തെ ടോട്ടൽ കാലറീസ് ആണ്. അതായത് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ടോട്ടൽസ് എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് കഴിച്ച ടോട്ടൽ കാലറീസും അതിൻ്റെ കാർബ് ഫാറ്റ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗണുമാണ്. ഇനി രണ്ടാമത്തെ ലൈനിൽ യുവർ ഡെയിലി ഗോൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് ആണ്. അതായത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് 1500 കാലറീസ് കഴിക്കണമെന്നാണ്. അതിൽ 131 ഗ്രാം കാർബ്സ്, 50 ഗ്രാം ഫാറ്റ്, 131 ഗ്രാം പ്രോട്ടീൻ, ഇതായിരുന്നു എൻ്റെ ഡെയിലി ഗോള്. അതിന് തൊട്ട് മുന്നത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇത്രയും ഗോൾസ് വെച്ചിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ലൈനിൽ റിമൈനിങ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1500 കാലറീസ് ആയിരുന്നു നമ്മളിപ്പോൾ ഫസ്റ്റ് കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1500 കാലറീസ് ആയിരുന്നു എൻ്റെ ഗോളായിട്ട് സെറ്റ് ചെയ്തത്. അതിൽ 1463 കാലറീസ് ഞാൻ കഴിച്ചു, ബാക്കി 37 കാലറീസ് റിമൈനിങ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 131 ഗ്രാമാണ് എൻ്റെ ഗോളായിട്ട് വച്ചത്. അതായത് 131 ഗ്രാം കാപ്സ് ആണ് കഴിക്കേണ്ടതെന്നായിരുന്നു എൻ്റെ ഗോള്. അതിൽ ഞാൻ 104 ഗ്രാം കാപ്സ് കഴിച്ചു, ബാക്കി 27 ഗ്രാം ഉണ്ട്. ഇനി മൂന്നാമത്തെ കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ഗ്രാം ഫാറ്റ് ആയിരുന്നു എൻ്റെ ഗോള്, പക്ഷേ ഞാൻ അത് എക്സീഡ് ചെയ്ത് 54 ഗ്രാം ഫാറ്റായി. അപ്പോൾ ആ റെഡ് കളറിൽ -4 കണ്ടോ, അത് ഞാൻ കൂടുതൽ എക്സ്ട്രാ കഴിച്ചതാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഒരു 4 ഗ്രാം 5 ഗ്രാം അല്ലെങ്കിൽ ഒരു 6 ഗ്രാം ഒന്നും കയറിയാലൊന്നും ഞാൻ അത്ര ബോധേഡല്ല, അത് കുറഞ്ഞാലും ഞാൻ അത്ര ബോധേഡല്ല. അതിൻ്റെ ആ ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് കറക്റ്റ് 1500 ആയിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്ത് എത്തുമ്പോൾ അത് കുഴപ്പമില്ല എന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി കുറേ പേർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഇങ്ങനെ എല്ലാ ദിവസവും ഇരുന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത്. ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ 3 ബാച്ച് കുക്കിംഗ് സീരീസിൻ്റെ വീഡിയോസ് കണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ അറിയായിരിക്കും, ഇത് സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഞാനത് വെച്ചിട്ടുള്ള ആ റെസിപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറിയ ചേഞ്ചസേ വരുത്തുന്നുള്ളൂ. അപ്പം ഞാൻ ഈ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എല്ലാ വീക്കെൻഡിലും ഞാൻ അടുത്ത ആഴ്ച എന്താണോ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഫുൾ മീൽ പ്ലാനും എല്ലാം ഞാൻ സെറ്റാക്കും. അപ്പോൾ ആ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ ഇതുപോലെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. അതിനനുസരിച്ച് എൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കും, അതിനനുസരിച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യും. എന്നിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം ഒരു 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 4 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് കഴിക്കാൻ നേരത്തെ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കത്തേ ഉള്ളൂ. അത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ മീൽസ് റിപ്പീറ്റ് ചെയ്യുന്ന
എന്തോന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു ഹെൽത്തി ഈറ്റിംഗ് പ്ലാനിൽ എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.